ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ ചീരത്തോരനാണ് കാണിക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കറിയാണത്. ഇതെൻ്റെ അടുക്കള മുറ്റത്തുള്ള ചീര കൃഷിയാണ്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പഴയ ടയറിൻ്റെ കൊട്ട, വള്ളിയൊക്കെ പൊട്ടിയോടെ കിടക്കുന്നുണ്ടായിരുന്നു, അത് ഉപയോഗിച്ചു. പിന്നെ ഗ്രോ ബാഗ്, പിന്നെ ചെടിച്ചട്ടി. ഇതിലൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ചീര വിത്ത് പാകിയത്. ഇത് നമുക്ക് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഉപയോഗശൂന്യമായ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതോ ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് കരിയിലിട്ട് അതിൻ്റെ മുകളിൽ കമ്പോസ്റ്റ് ഇട്ടിട്ട്, മണ്ണൊന്നും ആവശ്യമില്ല, കമ്പോസ്റ്റിൽ നമ്മൾ ചീരവിത്ത് പാകി കൊടുക്കുക. ഡെയിലി നനച്ചു കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് ഏകദേശം ഈ ചീര കണ്ട ഈ വലിപ്പമാകുമ്പോൾ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. ഇതിലുള്ള തൈക്കളെല്ലാം ഒരുമിച്ച് വളർന്നു വരില്ല. നമ്മൾ വലുതായി വരുന്നത് ആദ്യം വലിച്ചെടുക്കണം. ഈ വലിപ്പമാകുമ്പോഴേക്കും നമുക്കിത് വലിച്ചെടുക്കാം. കാരണം അപ്പോൾ തണ്ട് മൂത്തിട്ടുണ്ടാവില്ല. ഈ തണ്ടടക്കം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ട്രിപ്പ് വിളവെടുത്തതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് വിളവെടുക്കുന്നത്. ഈ വലുതൊക്കെ നമ്മൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെറിയ തൈകൾ നിൽക്കുന്നുണ്ടാവും. ഈ വലുത് വലിച്ചെടുത്താലാണ് ഈ ചെറിയ തൈയൊക്കെ വളർന്നു വരുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും ഈ ചെറിയ തൈകളൊക്കെ ഏകദേശം ഈ വലിപ്പം, നമ്മളിപ്പോൾ വലിച്ചെടുത്ത തൈയുടെ അത്ര വലിപ്പമായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത വിളവെടുപ്പ് അടുത്ത ആഴ്ച എടുക്കാൻ സാധിക്കും. ഇത് വേറെ ഒന്നും ചെയ്തു കൊടുക്കണ്ട, ഇനി വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഡെയിലി നനച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഈ ബാഗിലത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെടിച്ചട്ടിയിലുള്ളതും വലിക്കാൻ പാകത്തിനായിട്ട് നിൽക്കണം. അതിൻ്റെ അടിയിലൊക്കെ തൈകൾ ധാരാളം നിൽക്കുന്നുണ്ട്, ചെറിയ ചെറിയ തൈകൾ. നമ്മളിത് വലിച്ചെടുക്കുമ്പോൾ ഈ തൈകൾ കൂടെ പോരുകയാണെങ്കിൽ അത് അതിലേക്ക് തന്നെ നട്ടു കൊടുക്കണം. ഇത് പുതിനയാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന പുതിനയുടെ ഇല മാറ്റിയിട്ട് അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടതാണ്. അത് എല്ലാ ചീരയുടെ പാത്രത്തിലും കുഴിച്ചിട്ടിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ചു വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് പുതിന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ചുവന്ന ചീരയും പച്ച ചീരയും ലീഫി വെജിറ്റബിൾസിൽ ഒന്നാം സ്ഥാനം ഈ ചീരയ്ക്കാണ്. ഡെയിലി നമ്മൾക്ക് ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്താൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ ചീര നല്ല ചുവന്ന ചീരയാണ്. ഇതിൽ മറ്റൊന്നും നമ്മൾ വളം ചേർക്കേണ്ട ആവശ്യമില്ല. ചെടിച്ചട്ടിയിലോ അതില്ലെങ്കിൽ വേസ്റ്റ് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. ഇതെല്ലാം എടുത്തു. ഇനി നമ്മൾ ഈ എല്ലാ പാത്രത്തിൽ നിന്ന് ഈ വലിപ്പമുള്ള ചീരയൊക്കെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ചെറിയ തൈകൾ വരികയാണെങ്കിൽ അത് അതിലേക്ക് തന്നെ നട്ടു കൊടുത്താൽ മതി. അതിൻ്റെ കടയൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി കുടഞ്ഞു കൊണ്ടുവന്നതാണിത്. ഇതിനി നമുക്ക് അരിഞ്ഞെടുത്തിട്ട് തോരൻ വയ്ക്കാം. പെട്ടെന്ന് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു കട്ടിംഗ് ബോർഡ് എടുക്കുക, അതിൽ വെച്ചിട്ട് ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം ഇതിൻ്റെ തണ്ടൊക്കെ സോഫ്റ്റാണ്. ഇത് മൂക്കണതിന് മുമ്പാണ് നമ്മൾ വലിച്ചെടുത്തേക്കണേ. ഇതിൻ്റെ തണ്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ചീര, കാബേജ് പോലെ തന്നെ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. തണ്ടും ഇലയെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഇത് അരിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം ഇനി ഈ ചീര മൊത്തം അരിഞ്ഞെടുത്തിട്ട് അതിനി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം. ഇത് നമ്മൾ വലിച്ച ചീര മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, ഇത് സബോള 2 ചെറിയ സബോള ക്രഷ് ചെയ്ത് ചോപ്പറിൽ ക്രഷ് ചെയ്തതാണ്. അതുപോലെ 2 വലിയ പച്ചമുളക് ക്രഷ് ചെയ്തതാണ്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കറിവേപ്പില, പിന്നെ നാളികേരം. ഇതെല്ലാം ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് സബോള ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. നാളികേരം നമ്മൾ ലാസ്റ്റാണ് ഉപയോഗിക്കുന്നത്. 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് ഉപ്പാണ്. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ലാസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ഇടാം, കൂടുതലായ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവും.
ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് തന്നെ കളറിന് വേണ്ടിയിട്ട് മാത്രമല്ല, വിഷാംശം, വെജിറ്റബിൾസിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. അധികം ഇടേണ്ട ആവശ്യമില്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പച്ചമുളക്, സബോള, ഉപ്പ്, മഞ്ഞൾ ഇതെല്ലാം ഒന്ന് നന്നായി ഇതിൻ്റെ കൂടെ മിക്സ് ആവണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കരുത്, ഇത് ഇൻഡാലിയാണ്. ചൂട് കട്ടിയുള്ള ചീനിച്ചട്ടി ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരണം. അതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കടുക് പൊട്ടില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയാറായി. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ കൂട്ടിട്ട് കൊടുക്കുക. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. നന്നായിട്ട് 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. തീ ഫുള്ളിൽ തന്നെ, ഫയർ ഫുള്ളിൽ തന്നെ വെക്കാം. 3-4 മിനിറ്റ് മാത്രം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. ചീര പെട്ടെന്ന് വേവും, അത് മൂത്ത ചീരയല്ല, അത് കാരണം അതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വെള്ളം ഒഴിക്കരുത്, അതുപോലെ തന്നെ മൂടി വെച്ച് വേവിക്കുകയും ചെയ്യരുത്. ഇത് നമ്മൾ ഇളക്കി തന്നെ വേവിച്ചെടുക്കണം. ക്യാബേജൊക്കെ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇതും ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അടി പിടിക്കാതിരിക്കാൻ. ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടി പിടിക്കില്ല. പിന്നെ ഈ ചീര നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ശരീരത്തിൽ രക്തക്കുറവുള്ളവർക്കും ചുവന്ന സ്വേദനക്കൾ കുറവുള്ളവർക്കും ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിന് പിന്നെ ചുവന്ന സ്വേദനക്കളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും. ലീഫി വെജിറ്റബിൾസിൽ 1-ാം സ്ഥാനമാണ് ചീരയ്ക്കുള്ളത്. നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയാലും നല്ലതാണ്. കിട്ടാവുന്ന അത്രയും ചീര, പച്ചയായാലും ചുവപ്പായാലും ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് നാളികേരമാണ്. നാളികേരം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫാക്കുക. ഇതിപ്പോൾ നാളികേരം ചേർത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കുക. ഇനി തീയുടെ ആവശ്യമില്ല. ഈ ചൂട്ടോടുകൂടി തന്നെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. നാളികേരം ഇതിൻ്റെ കൂടെ മിക്സ് ആവാൻ വേണ്ടി മാത്രമാണത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സ്വാദിഷ്ടമായ ചീര തോരൻ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് 3-4 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ തോരൻ. നമ്മുടെ വീട്ടിൽ തന്നെ ചീര ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് കയറി നടന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റിയാണിത്.
പോഷക സമൃദ്ധമായിട്ടുള്ളതുമാണ്, ടേസ്റ്റിയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്. താങ്ക് യു.